ഫുൾ ഹിന്ദിക്കാരും തമിഴരും മറാഠി ഗുജറാത്തി അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. മലയാളികൾ കുറവാണ്. നമുക്ക് ഉപ്പൂരിയുടെ ഫാം വരും. ഇത് നമുക്ക് വെരളിൻ്റെ സൈഡാണ്. ശ്രീരാമൻ്റെ കൽപ്പാതം. ചാടി ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരും. നമ്മളിവിടെ വന്നതിൻ്റെ ഒരു മെമ്മറി ആയിട്ട് നമുക്ക് ആ ഫോട്ടോ അവർ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എങ്ങനെ വരണമെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ഇത് മ്യൂസിയം വർക്ക് ഇൻ പ്രോഗ്രസ് ആട്ടോ. ഇത് നമ്മുടെ ശ്രീരാമൻ്റെ അമ്പലമാണ്. ഇത് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ജടായു. ഇത് ഫുൾ റൗണ്ട് അടിക്കുക, അതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. സൂപ്പർ. ഇതിന് മേളിൽ കൂടി ഇങ്ങനെ കയറിയാണെങ്കിൽ നടക്കാൻ പറ്റത്തില്ലായിരിക്കും. എൻ്റെ പൊന്നടാവേ, വെൽക്കം ടു മൈ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ചടയമംഗലത്ത് ജടായു എർത്ത് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ കാണുന്ന പാറയല്ല, അതിൻ്റെ മേളിലൊരു വലിയ പാറയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ പോയി കഴിഞ്ഞാൽ ജടായുവിനെ കാണാം. അതുപോലെ തന്നെ നമുക്കൊരു രാമൻ്റെ അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അപ്പം ജടായു എർത്ത് സെൻറ്റർ. നേരെ നമുക്ക് ഉള്ളിലോട്ട് പോകാം. Only one. Go to ticket room, sir. Sir, ticket room. Yes, sir. ഓക്കെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി ഒരു ടിക്കറ്റ്. അപ്പോൾ നമ്മൾ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാനാണ് സംഭവം. നമുക്ക് നടന്നു പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട്, പിന്നെ കേബിൾ കാറിൽ പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാൻ നടന്നു പോകാൻ എടുത്തില്ല. 1000 സ്റ്റെപ്പ് 1 കിലോമീറ്റർ മൊത്തം നടന്നു പോകാൻ. ഇതിപ്പോൾ നമ്മൾ കേബിൾ കാറിലാണ് പോകുന്നത്. 200 സംതിങ് രൂപ ടിക്കറ്റ് ചാർജ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നതിൻ്റെ ഒരു മെമ്മറി ആയിട്ട് നമുക്ക് ആ ഫോട്ടോ അവർ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനൊരു ചെറിയൊരു ഇതും കൂടെ കാണിച്ചു. ഫസ്റ്റ് ഫ്ലോറിൽ കാണിച്ചാൽ മതി, ഫോട്ടോ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പേയ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഞാൻ ചാടി കയറിയെങ്കിൽ ഫോട്ടോ എടുത്തു. അപ്പം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കയറി അവിടെ മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയാം. നമുക്ക് കയറാൻ പറ്റില്ല, നമുക്ക് അടുത്തതിന് പോകാൻ കാണാമല്ലേ. അതുപോലെ ഒരു കുത്ത് കയറ്റം. നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. ഞാൻ അവിടുത്തെ പതുക്കെയായിരിക്കുന്നു. അത്യാവശ്യം സ്പീഡുണ്ട്. ഇതുകൊണ്ട് സംഭവം നിർത്തി തരത്തില്ല. കയറേണ്ടതാണേലും ഇറങ്ങേണ്ടതാണേലും ചാടി ഇറങ്ങുക, ചാടി കയറുക. കറങ്ങിയിടുക. चलो चलो जल्दी आओ, मजा मत. ഞാൻ ഫസ്റ്റ് ടൈമാണ് ജടായു എർത്ത് സെൻറ്റർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ കേബിൾ കാർ അല്ലെങ്കിൽ റോപ്പ് വേയിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. കുറച്ച് പേടി ഉണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന പോലത്തെ 16 കേബിൾ കാറുകളുണ്ട്. അതുപോലെ ഒരു കേബിൾ കാറിൻ്റെ അകത്ത് 8 പേർക്ക് യാത്ര ചെയ്യാം. ഹെലികോപ്റ്റർ പാടാണ്. ഇത് അങ്ങ് ദൂരെ കാണുന്നതാണ് ജടായു. നമ്മൾ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. കേബിൾ കാറുകൾ മിനിറ്റിനാണ് ആൾക്കാരെ കൊണ്ടുവന്നു വരുന്നു. ഏകദേശം 560 മീറ്ററോളം നമ്മൾ കേബിൾ കാറിൽ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ചാടി ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരും. വാവ്, നൈസ്, കൊള്ളാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പം സംഭവം കൊള്ളാം. ഇതാണ് ജടായു. അപ്പം ഇതിൻ്റെ ഐതിഹ്യങ്ങളോ അല്ലെങ്കിൽ ആധികാരികതയോ ഒന്നും എനിക്ക് വലിയ അറിവില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. അപ്പം സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതലായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിവിടെ ഒന്ന് ഫുള്ളൊന്ന് റൗണ്ട് ചെയ്യാം. ഓക്കെ,
ഇതുണ്ടോ, ഗരുഡൻ്റെ ചിറകാണ് ഈ വന്ന് നിൽക്കുന്നത്. ഇത് നമ്മൾ ഈ ഫോട്ടോയിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലല്ല, ഇതൊരു ഒരു 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 എന്താ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അന്യായ വലിപ്പമാണ്, നോർമൽ വലിപ്പമല്ല. ഉണ്ടോ, ഇതെല്ലാം പാറ കേട്ടോ. ഇത് പാറയല്ല, ഇത് സിമെൻ്റാണ്. പക്ഷെങ്കിൽ ഉണ്ടോ, ഇതുള്ള പാറയുടെ പുറത്താണ് ഇത് നിർമ്മിച്ച് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്തോ പരിപാടിയുണ്ട്, അങ്ങോട്ട് നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അത് നടക്കത്തില്ല. ഉണ്ടോ, അവിടെയൊക്കെ പോയി എന്നാൽ വേറൊരു വ്യൂ കാണാം, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ആദ്യമേ ഇത് ഫുള്ളൊന്ന് റൗണ്ട് ചെയ്യട്ടെ. ഓ എന്തുപോലെ പൊളി, സൂപ്പർ. ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ കയറിയാണെങ്കിൽ നടക്കാൻ പറ്റത്തില്ലായിരിക്കും, ശരിയല്ലല്ലോ, കൊള്ളാല്ലേ. നമ്മൾ ആദ്യമേ തന്നെ ഇത് ഫുൾ റൗണ്ട് അടിക്കുക, അതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. റൗണ്ട് അടിച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്ന് കാണാം. ഇതൊരു അമ്പലമാണ്, അവിടെ എല്ലാം പോവാം. എൻ്റെ അമ്മോ, കൊള്ളാം. എന്താണേലും നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ഇവിടെ, അതായത് വന്ന് കാണണം. അതിൻ്റെ ഒരു അടിപൊളി വാക്കുകൊണ്ട് പറഞ്ഞു തരാൻ പറ്റില്ല, കിടും. ഇതുവഴി പോയി ഇത് നമുക്ക് ഇങ്ങനൊരു റോപ്പ് കൊടുത്തിട്ടുണ്ട്, എന്തായിരിക്കും എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട്, താഴോട്ടിങ്ങനെ ഒരു റോപ്പ്. ഇത് ജടായു, ഗരുഡൻ്റെ ബാക്ക് സൈഡാണ്. ഓ, ഗരുഡൻ്റെ ആ ഒരു കാലുണ്ടോ, അവിടെ വരെ കയറിപ്പോകാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു മ്യൂസിയം പോലെ അല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് അറിയത്തില്ല. അതിനെക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. അങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് വീണ്ടും ജടായുടെ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട്. കൊള്ളാം. ഇതാണ് നമ്മൾ ആദ്യമേ കണ്ട ജടായുവിൻ്റെ ഒരു സൈഡ്. കൊള്ളാമല്ലേ, പുള്ളി കിടുവാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് വന്ന വഴി എവിടെ, ഏതുവഴി എങ്ങനെ വന്നു, ടിക്കറ്റ് ചാർജ് എല്ലാം ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു താഴത്തെ ഒരു വ്യൂ പോയിൻ്റ് കാണാവുന്ന രീതിയിലുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ നമുക്കത് നോക്കാം. കണ്ടു, ഇതാണ്. വലിയ ഹൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു വലിയൊരു ഹൈറ്റിൻ്റെ മുകളിലാണ് എന്ന് നമുക്കങ്ങനെ തീരുമാനം പറയാൻ പറ്റത്തില്ല. എന്നാൽ അത്യാവശ്യം ഹൈറ്റുണ്ട് താനും. ഫുള്ള് നമുക്കിത് ഇതിൻ്റെ മേളിൽ നിന്ന് കാണാം. ഇതൊരു ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ജടായു. അപ്പം ഇവിടെ എങ്ങനെ വരണമെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ഏതുവഴി വന്നാലും ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് വരിക. KSRTC സ്റ്റാൻഡ് അവിടെ ഉണ്ട്. ബസ്സിന് വരുന്നെങ്കിൽ അവിടെ വന്നിറങ്ങുക. നേരെ ഒരു ഓട്ടോ പിടിക്കുക, 60 രൂപ. നടന്ന് വരാനുള്ള ദൂരം ഉണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ വരാം. 2 കിലോമീറ്ററോളം 2.5 കിലോമീറ്ററോളം നടന്ന് വരണം. നമുക്കിനി അമ്പലത്തിൻ്റെ അടുത്തുകൊണ്ട് പോകാം. അപ്പം 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ നടന്ന് വരാനാണെങ്കിൽ അങ്ങനെ വരാം, ഇല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് വരാം. താഴെ വന്നു കഴിഞ്ഞാൽ 266 രൂപ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്, അല്ലെങ്കിൽ എൻട്രി ടിക്കറ്റ് ഉണ്ട്. അത് കൊടുത്ത് വേണമെങ്കിൽ 1000 സ്റ്റെപ്പ് നടന്ന് 1 കിലോമീറ്റർ നടന്ന് വേണമെങ്കിൽ ഇതിന് മേളിൽ വരാം. നടന്ന് വരാൻ ഓക്കെ ആകുന്നവർക്ക് അങ്ങനെ വരാം. അല്ലാതെ നമുക്കൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, കേബിൾ കാർ. അല്ലെങ്കിൽ നമുക്ക് എന്നാ പറയുന്നത്, ഡ്രോപ്പ് ചെയ്ത് നമ്മളെ മേളിൽ എത്തിക്കുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നടന്ന് വരണ്ട, നേരെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഇരുന്നാൽ മതി. അടിപൊളിയാണ്. ഞാനങ്ങനെയാണ് വന്നത്. അപ്പോൾ അതിന് 289 രൂപ 290 രൂപയാണ്. അപ്പോൾ ആ രീതിയിലും വരാം. ഇത് നമ്മുടെ ശ്രീരാമൻ്റെ അമ്പലമാണ്.
അത് ജഡായു. ഇതിന് നമുക്ക് ചുറ്റും ഒന്ന് ഇറങ്ങാം. ഇതിനുള്ളിലോട്ട് ക്യാമറ അലോഡല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം നിന്ന് വീഡിയോ എടുക്കുന്നത്. ഈ അമ്പലത്തിന് ചുറ്റും സ്വാമിമാരുണ്ട്, പിന്നെ കുറേ പ്രതിഷ്ഠകൾ, അതായത് കുറേ വിഗ്രഹങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ കുരങ്ങന്മാരെയും കാണാൻ പറ്റും. അപ്പം അത് നമ്മുടെ ജഡായു. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, അതായത് ശ്രീരാമപാദം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതുവഴി നേരിട്ടങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. ജഡായു മോക്ഷം. നമുക്ക് ഉണ്ടോ ഇത് ഒത്തിരി പേര് നേർച്ചയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതിങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉപ്പൂരിയുടെ ഭാഗം വരും. ഇത് നമുക്ക് വിരലിൻ്റെ സൈഡാണ് ശ്രീരാമൻ്റെ കാൽപാദം. ഇതാണ് നമ്മളുടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ്. സത്യത്തിലേ ഇതിപ്പോൾ ഒരു കേരളത്തിലാണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. കാരണം ഇവിടെ ഫുൾ ഹിന്ദിക്കാരും തമിഴരും മറാഠി ഗുജറാത്തി അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, മലയാളികൾ കുറവാണ്. അപ്പം അമ്പലത്തിൻ്റെ ഒരു വേറെ സൈഡ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒന്നുകൂടെ ജഡായു കാണാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വന്ന് താഴേന്നാണ് കയറി വന്നത്. അത്യാവശ്യം ഒരു കിലോമീറ്റർ ദൂരമുണ്ട്, നടന്ന് വരാനും പറ്റും. ഇതുപോലെ എന്നു പറയുന്നത് കേബിൾ കാറിനും വരാൻ പറ്റും. വലിയ ഹൈറ്റായിട്ട് തോന്നുന്നില്ല കേട്ടോ, വലിയ ഹൈറ്റ് എന്ന് പറയാനുമില്ല. അപ്പം ഇതാണ് നമ്മൾ ഇത്രയും നേരം കണ്ട ജഡായു. ഇതിൻ്റെ മേളിൽ കയറുകയോ ഇരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് അതിൻ്റെ ചുറ്റുമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനുള്ളിലെ ഒരു മ്യൂസിയമോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ സെറ്റപ്പാണ്. അത് നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. അവിടെ ഒരു ബോർഡുണ്ട്, എന്താണെന്ന് പോയി നോക്കാം. അപ്പം ജഡായു മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഇത് മ്യൂസിയം വർക്ക് ഇൻ പ്രോഗ്രസ് ആട്ടോ. അതായത് ഇത് ഒരു മ്യൂസിയം ആക്കാനുള്ള എല്ലാ സെറ്റപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ഇൻ പ്രോഗ്രസ്. അയ്യോ, ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പം തന്നെ ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു മ്യൂസിയമായിട്ട് നമുക്ക് മുന്നോട്ട് അറിയപ്പെടാനും ഇവിടെ വരാനും സാധിക്കട്ടെ. അപ്പം ജഡായു മസ്റ്റായിട്ട് വന്ന് വാച്ച് ചെയ്യുക. ഒരു സ്ഥലമാണ്, ഒന്നും കണ്ട് പോകാനുള്ളതുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.